ഇന്ന് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയാണ്. അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കും കാണിച്ചു തരാം. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. കുറേ ലൈറ്റ് ഉണ്ട്. അപ്പോഴാണ് എന്തോ ഉത്സവം നടക്കുന്നുണ്ട്. അതാണ് ഇത്രയും ബ്ലോക്കും ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ. അന്ന് പോയി നോക്കാം. മിക്കവാറും അമ്പലത്തിൽ ഉത്സവമായിരിക്കും. ഉത്സവത്തിൻ്റെ കലവറ നിറയ്ക്കലോ അതുപോലെ ഘോഷയാത്ര വല്ലതും ആയിരിക്കും. അങ്ങനെയാണ് കേട്ടോ പോയപ്പം ശരിക്കും പറഞ്ഞാൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച എന്ന് തന്നെ പറയാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അമ്പലത്തിൽ ഉള്ള ഡെക്കറേഷനൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഘോഷയാത്ര തിരിച്ചു വരണമെങ്കിൽ കുറച്ച് സമയമാവും. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്തപ്പോഴേക്കതാ ഘോഷയാത്ര എത്തി കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എത്ര കണ്ടാലും മതിയാവില്ല എന്ന് തന്നെ പറയാം. ഇങ്ങനത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഹോബിയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. എനിക്കെന്തായാലും ഈ ഘോഷയാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ ആനയാണ് കേട്ടോ. ആനയ്ക്കൊരു ചെറിയ വ്യത്യാസം കണ്ടില്ലേ നിങ്ങൾ? എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാമോ? പണ്ടത്തേനേക്കാളും ആൾക്കാർക്ക് ഇങ്ങനത്തെ ഉത്സവങ്ങളോടൊക്കെ ക്രേസ് കൂടി വരികയാണെന്നാണ് തോന്നുന്നത്. റോഡിൽ മുഴുവൻ അരമണിക്കൂറോളം ആൾക്കാർ വെയിറ്റ് ചെയ്യായിരുന്നു ഈ ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട്. സംഭവം എന്തായാലും അടിപൊളിയായി കേട്ടോ. കുറച്ച് സമയമാണെങ്കിലും കൂടെ ഇതൊക്കെ കണ്ട് മനസ്സൊക്കെ ഒന്ന് നല്ല ഫ്രഷായി എന്ന് തന്നെ പറയാം. പുരാണങ്ങളുടെ ഇതിഹാസ വിസ്മയങ്ങളാൽ ശ്രീരാമപഥ ഉത്സവത്തിലെ ആനയാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ആനയാണ്. കണ്ടാലൊന്നും പെട്ടെന്ന് തോന്നില്ല. അതൊക്കെ മതി. വെറുതെ എന്തിനാ ജീവികളെ വെറുതെ ഉപദ്രവിക്കുന്നത്? എനിക്കിതൊക്കെ ഈ ആനയൊക്കെ തന്നെ ധാരാളം. അടുത്തിടെ തന്നെ എത്ര അപകടങ്ങളാണ് ഈ ആനകളെ കൊണ്ടുണ്ടാവുന്നത്. നമ്മുടെ ഉത്സവങ്ങളിൽ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ആനകൾ തന്നെ പോരെ. കാഴ്ചയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.